ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഗോൾഡിന്റെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ് ചെയ്തു പോകാൻ പോകുന്നത്. ഓക്കെ, രണ്ടെണ്ണം ഓൾമോസ്റ്റ് രണ്ടെണ്ണം ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ ആയതിനു ശേഷം 2.5 hour ആയി ഓൾമോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പോകാൻ പോകുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോ നോക്കിയാൽ കാണാം. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായ എൻട്രി എന്ന് പറയുന്നത് 4173 to 4180 ലെവലായിരുന്നു നമ്മളൊരു ബൈ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്രൈസ് അന്ന് ഉണ്ടാക്കിയ ലോ എന്ന് പറഞ്ഞത് 4163 ആ റേഞ്ച് വരെ പ്രൈസ് ഇറങ്ങി. പിന്നീട് എന്ത് ചെയ്ത് റിവേഴ്സിൽ കയറുന്ന സിനാരിയോ ഉണ്ടായിരുന്നത്. ടാർഗറ്റും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടുത്തെ ഒരുപാട് ഓൾമോസ്റ്റ് ലിക്വിഡിറ്റീസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തതിനു ശേഷം പിന്നീടും പ്രൈസ് എന്ത് റിവേഴ്സ് ചെയ്തു. പിന്നീട് എന്ത് ചെയ്തു, പ്രീവിയസ് ഉണ്ടാക്കിയ നമ്മൾ പറഞ്ഞ ആ സോണിന്റെ ഡിമാൻഡ് ഏരിയയിലേക്ക് പ്രൈസ് വന്നു. അവിടുന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് കയറുന്ന സിനാരിയോ ആണ്. ഓക്കെ, അപ്പോൾ നിലവിൽ വീണ്ടും ഈ സെയിം പ്രൈസ് ലെവൽ, ഞാൻ മുമ്പ് എന്താണോ പറഞ്ഞത് ആ പ്രൈസ് ലെവൽ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിലെ മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. 4170 to 180 ലെവൽ. ഓക്കെ, 4170 to 180 ലെവൽ തന്നെയാണ് വീണ്ടും മാർക്കറ്റിലെ മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ. ഓക്കെ, അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഓക്കെ, ഇനി ഇൻ കേസ് ഇനി ഈ ഒരു ലോ ബ്രേക്ക്ഔട്ട് ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ 160 ബിലോ, അതായത് 163 ഇപ്പം ക്രിയേറ്റ് ചെയ്തേക്ക് പ്രീവിയസ് ഡേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ലോ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് തരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നമുക്കൊരു നെക്സ്റ്റ് ബൈ ഓപ്പർച്യൂണിറ്റി വരാം 4130 to 140 ലെവലായിരിക്കും. ഓക്കെ, 125 വരെ പോവുക. 4125 to 135 അറൗണ്ട് ആ റേഞ്ചിലായിട്ട് മാർക്കറ്റിൽ ഒരു വീണ്ടും റിവേഴ്സൽ ബൈ എൻട്രി നമ്മൾ പ്ലാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നിലവിലെ സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറന്റ് ഇപ്പോൾ മാർക്കറ്റിൽ ബൈയിങ് ആണ്. മാർക്കറ്റ് പ്രീവിയസ് ഉണ്ടാക്കിയ ഞാൻ പറഞ്ഞ ഡിസംബർ 2 ആ ഏരിയ ഒന്ന് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ റേഞ്ച് വന്നു മിറ്റിഗേഷൻ ചെയ്തിട്ട് എടുത്ത് റിവേഴ്സൽ ചെയ്യുന്ന സിനാരിയോ ആണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ വേറെ ഒരു സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4160 ബിലോ 65 ബിലോ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് തരാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ഫാൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് വരുന്നത് 4125 to 135 റേഞ്ചിലോട്ട് മാർക്കറ്റ് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. അവിടെ നിന്നായിരിക്കും പിന്നീട് മാർക്കറ്റിൽ ഒരു കറക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കറന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിൽ ഇപ്പം നമ്മൾക്ക് പറഞ്ഞു പോകാനുള്ളത്, ഗോൾഡിൽ ഇപ്പോൾ കറന്റ് ഇല്ല മൈനർ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4194 to 4198 നല്ല റേഞ്ച് ആയിട്ട് 200 ലെവലായിട്ടാണ് ഇപ്പം കറന്റ് മാർക്കറ്റിൽ മൈനർ റെസിസ്റ്റൻസ് ഏരിയ. ഓക്കെ, ഇനി ഇത് മൾട്ടിപ്പിൾ ടൈം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് ഹൈ 200 എബോവ് മാർക്കറ്റ് പുഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, മാർക്കറ്റ് പിന്നെയും ഫാളിംഗ് ആണ് എന്ത് ചെയ്ത് മാർക്കറ്റിൽ ഉണ്ടായത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഡിമാൻഡ് സോണിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്ത് 4170 to 180 റേഞ്ച് ആയിട്ട് 75 ആണ് ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 175 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് തിരിച്ച് റിവേഴ്സ് വരുന്ന സിനാരിയോ ആണ്. ഇനി നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ഈ ഇപ്പം നിലവിൽ ഞാൻ ഈ പറഞ്ഞ 200 എബോവ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇവിടുന്ന് വീണ്ടും എന്ത് ചെയ്യും, സപ്പോർട്ടായി മാറും. ഓക്കെ, നമുക്കറിയാവുന്നതാണ് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീട് അത് റീടെസ്റ്റ് വരുമ്പോൾ ആ ഒരു സോൺ എന്തായി മാറും, സപ്പോർട്ടായി വരുന്നില്ല. സപ്പോർട്ടിൽ പല ഇതായിട്ട് നമുക്ക് പറയാം, സപ്പോർട്ട് പറയാം, ബ്രേക്കർ ബ്ലോക്ക് പറയാം, പല മെത്തേഡും പല സ്ട്രാറ്റജി ബേസും പല കൺസെപ്റ്റ് പ്രകാരം പല രീതിക്ക് നമുക്കതിനെ പറഞ്ഞു പോവാം. ഓക്കെ, പിന്നെ വരുന്ന ഒരു കറക്ഷൻ വരാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ 1:3 ഒരു ട്രേഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 4200 ആ ലെവലിൽ നിന്നായിട്ട് ചെറിയൊരു 14 പിപ്സിന്റെ ഒരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് 1:3 രീതിക്കുള്ള ഒരു ട്രേഡ് സെല്ലിങ് ഓപ്പർച്യൂണിറ്റി ഇവിടുന്ന് ഈ ഒരു റേഞ്ചിൽ നിന്നായിട്ട് ഒരു കറക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു നല്ലൊരു സപ്ലൈ സോൺ ഏരിയ, ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയ ആണ്. ലോ ടൈം ഫ്രെയിമിലാണ് കേട്ടോ പറയുന്നത്. ലോ ടൈം ഫ്രെയിമിനെ സംബന്ധിച്ച് അതൊരു സപ്ലൈ സോൺ ഏരിയ, ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയ ആണ്. ഓക്കെ, അതൊരു സിനാരിയോ. ഓക്കെ, പിന്നെ മാർക്കറ്റ് ഓവറോൾ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് മാർക്കറ്റിൽ ഒരു റെസിസ്റ്റൻസ് ആയി വരാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4250 to 60 ലെവലാണ്. ഓക്കെ, 4250 to 60 ലെവലായിരിക്കും നെക്സ്റ്റ് മാർക്കറ്റിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ. ഓക്കെ, ഇനി 65 എബോവ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് നെക്സ്റ്റ് ഒരു കറക്ഷൻ നമുക്ക് കിട്ടാന്ന് പറഞ്ഞ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രൈസ് പിന്നീട് ടാർഗറ്റ് ചെയ്യൽ 4290 300 ലെവൽ വരെ പ്രൈസ് പുഷ് ചെയ്യാനുള്ള സാധ്യത. ഓക്കെ, അപ്പോൾ ഗോൾഡിൽ നമുക്കിപ്പോൾ ഒന്ന് പറഞ്ഞു പോകാനുള്ളത്
പ്രീ മാർക്കറ്റ് അനാലിസിസിൽ നമുക്ക് പറഞ്ഞു പോകാനുള്ളത് ഇത്രയൊക്കെയാണ്. ഓക്കെ, ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് നല്ല രീതിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു സപ്പോർട്ട് ലെവൽ സോണാണ്, റിപ്പീറ്റായി പറഞ്ഞതാണ്. അപ്പോൾ 4172 180 ലെവൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പലതവണ പല ഏരിയസിലായിട്ട് നമ്മൾ പറഞ്ഞു പോയതാണ്. ഇന്ന് ആ റേഞ്ചിലോട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ട് വന്ന ഡിമാൻഡ് സോണ് സപ്പോർട്ട് എടുത്ത് കയറുന്ന സിനാരിയോ. ഓക്കെ, അപ്പോൾ അത്രയ്ക്കാണ് ഇന്നിപ്പോൾ നമുക്ക് ഗോൾഡിൽ പറഞ്ഞു പോകാനുള്ളത്. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ.